പേരിന് മാത്രമല്ലേ കാവ്യ ഞങ്ങൾക്ക് മകള്. പക്ഷേ ഞങ്ങളെക്കാലം നിങ്ങളല്ലേ അവളെ നന്നായിട്ട് നോക്കുന്നേ. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയേ ഉള്ളൂ. കാവ്യക്ക് എന്താ ആവശ്യമെന്ന് ഞങ്ങളെക്കാലം നിങ്ങൾക്കല്ലേ അറിയൂ. അതുകൊണ്ട് കാവ്യ നിങ്ങളിവിടെ വരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പണം കുറവാണെന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കുവാണോ? അങ്ങനെയൊന്നുമില്ല അബി. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലെ ഭാരം ചുമക്കുന്നുണ്ട്. ഇപ്പൊ ഈ കല്യാണത്തിന്റെ ഭാരവും നിങ്ങൾ ചുമക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാലോ. എന്തായിരുന്നാലും അത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങൾക്ക് സമ്മതമാണ്. ചേച്ചി നന്നായിട്ട് ഒഴിയാൻ നോക്കുന്നുണ്ട്. വലിയ ബുദ്ധി കാണിക്കുകയല്ലേ. നമ്മുടെ കയ്യിൽ കാശ് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഒരിക്കലും ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലായിരുന്നു. ഇങ്ങനെ വരാനായിട്ട് മടിക്കില്ലായിരുന്നു. സ്വത്തിനെക്കാലം വിലയുള്ള നിങ്ങൾ ഞങ്ങളെ കൂടെ ഉള്ളപ്പോ ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല, വേദനയും ഇല്ല. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ പറയുന്നേ, കാവ്യയുടെ അച്ഛനും അമ്മയും അവൻ നിങ്ങൾ യോഗ്യരാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ശരിയേട്ടാ, നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിട്ട് വരാം. കല്യാണത്തിന് ആർക്കും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ചേച്ചി കാവ്യയോട് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറ. അല്ല, അഖിലും കാർത്തിക ഇളയമ്മയൊക്കെ എവിടെ? അതൊക്കെ മനസ്സിലായി. ഷോപ്പിംഗ് മോളിൽ വെച്ച് ഏതെങ്കിലും ഭംഗിയുള്ള പയ്യൻ എന്നെ കണ്ട? അവന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട? എന്നെ അവന് പ്രൊപ്പോസ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് തന്നെ എനിക്കൊരു വെഡിങ് റിംഗ് ഇട്ടു തന്നാലോ? ആ ഷോപ്പിംഗ് മോള് തന്നെ ഞങ്ങളുടെ കല്യാണ മണ്ഡപം ആയാലോ? എന്തായാലും നന്നായി. അവിടുന്ന് നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞില്ലല്ലോ. ആർക്കറിയാം, എന്റെ സമയം നല്ലതാണെങ്കിൽ ചിലപ്പോ ഞാൻ അമ്മായിയുടെ വീട്ടിലേക്ക് പോയെന്നും വരും. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ, പക്ഷേ ആയുസ് മാത്രമില്ല. എന്റെ പ്രായത്തിന് എന്താടാ? എനിക്കതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാ നയൻതാരയ്ക്ക് എനിക്ക് ഒരേ പ്രായമല്ലേടാ. എന്താ നോക്കുന്നേ? സണ്ണി ലിയോണിനെ പോലെ എന്റെ പ്രായ. ആന്റിയുടേത് ചെറിയ സ്വപ്നമൊന്നും അല്ല, ബ്രഹ്മാണ്ഡ സ്വപ്നമാണ്. എന്തേലും ആവട്ടെ, വേഗം റെഡി ആവാ, സമയം പോകുന്നു. അഖിൽ, എനിക്കൊരു ഡൗട്ട്. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപേ വസുവേട്ടത്തെയോ അഭിയേട്ടനോ ബാഗ് തുറന്നു നോക്കിയാലോ? ബാഗിനകത്തുള്ളത് കാശല്ല, വൈറ്റ് പേപ്പേഴ്സ് ആണെന്ന് കണ്ട നമ്മളോട് അവര് പ്രതികാരം ചെയ്യാൻ വരും. കാശ് അവിടുന്ന് മാറ്റി പകരം വെള്ള പേപ്പർ വെച്ചത് നമ്മളാണെന്ന് നീ അവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടൊന്നല്ലോ വന്നത്. അങ്ങനെ ആരെങ്കിലും ലെറ്റർ എഴുതുവോ? എന്നാ ഒരു കാര്യം ചെയ്യോ, കാശ് മാറ്റി വെള്ള പേപ്പർ വെച്ചത് നമ്മളാണെന്ന് നീ എല്ലാവരോടും പറഞ്ഞിട്ട് വാ. അങ്ങനെ എന്തിനാ പറയുന്നേ? പിന്നെ കാശ് മാറ്റിയ നമ്മളാണെന്ന കാര്യം എല്ലാവരും എങ്ങനെ അറിയാനാ? ഒരു പക്ഷെ ആരെങ്കിലും അറിഞ്ഞ എന്ത് ചെയ്യുന്ന ഞാൻ ചോദിച്ചേ. കാർത്തിക, നിങ്ങൾ എന്താ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം അറിഞ്ഞോ? ഞാനെങ്ങനെ അതൊക്കെ അറിയാതിരിക്കുന്നേ? ഞങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടല്ലേ മാനേജ് ചെയ്തത്. പിന്നെ ഏട്ടത്തെ എങ്ങനെ അറിഞ്ഞു? ഇതെന്താ കൊട്ടാരമാണോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിട്ട്? ആകെയുള്ളത് ഒരു റൂമല്ലേ? സോറി ഏടത്തി, അത് ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അത് എന്താന്ന് വെച്ചാ, നീ ഇനി ഒരുപാട് വിശദീകരിക്കാനൊന്നും നിക്കണ്ട. നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കല്യാണം കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ പറയുന്നത് കേട്ടൊന്ന് ഷോപ്പിങ്ങിന് വന്നേ. നീ പറഞ്ഞത് ഷോപ്പിങ്ങിനെ പറ്റിയാണോ? പിന്നെ വേറെന്തിനെ പറ്റി സംസാരിക്കാനാ? എന്തോ ഏട്ടത്തെ അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വെറുതെ സമയം കളയാണെന്ന് മനസ്സിലായിന്നാ പറഞ്ഞത്. ഇല്ല ഏടത്തി, ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. എന്നാ പിന്നെ എല്ലാവരും വരൂ. എളേമേ ഷോപ്പിങ്ങിന് വരുമല്ലേ? ഞാൻ എന്തോ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ? കാവ്യയുടെ കല്യാണത്തിന് എനിക്ക് സാരി ആഭരണങ്ങളൊക്കെ വേണല്ലോ. അച്ഛൻ, അമ്മ, ഭാസ്കരേട്ടൻ, ചേച്ചി അവരാരും ഷോപ്പിങ്ങിന് വരുന്നില്ലെന്നാ പറഞ്ഞേ. നമ്മളെല്ലാവരും കൂടിയാ ഷോപ്പിങ്ങിന് പോകുന്നേ. ഏട്ടനും ഉണ്ണിയും ഹോളിൽ റെഡിയായി നിൽക്കുക. നിങ്ങളും പെട്ടെന്ന് റെഡിയായിട്ട് വാ.
ഞാൻ പോയി കാശെടുക്കട്ടെ. എന്നാ നമുക്ക് പുറപ്പെടാം വസുന്ധരെ. അഭി, പണമൊക്കെ ശരിയാണോന്നൊന്ന് നോക്കിക്കേ. ഇളയമേ, ഇളയമേ, ആന്റി, ആന്റി, അയ്യോ ഇളയമേ, എന്തു പറ്റി ആന്റി? അമ്മേ, നീ എന്തിനാണ് ഈ കാല് കുറുക്കിട്ടത്? ആന്റി, അയ്യോ, അയ്യോ, ആന്റി, ആന്റി. അയ്യോ ഇളയമേ. അയ്യോ, ഇന്നലെ അമ്പലത്തിൽ വെച്ച് ഏട്ടത്തിക്ക് ഇതുപോലെ വന്നു. ഇത് എന്ത് അസുഖമെന്ന് മനസ്സിലാവുന്നില്ല. അമ്മ ക്ഷേത്രത്തിലെ കുങ്കുമം വെച്ചിട്ടാ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് ആ കുങ്കുമം എടുത്തോണ്ട് വാ. ഞാൻ പോയി എടുത്തിട്ട് വരാം, അച്ഛാ. വേഗം എടുത്തിട്ട് വാ. ആന്റി, ഒന്നുമില്ല ആന്റി. ഇളയമേ, ഇളയമേ, ആന്റി, ഇളയമേ. ദാ കാർത്തികേ, പെട്ടെന്ന് വെച്ചു കൊടുക്ക്. ആന്റി, ആന്റി, ആന്റി. വസുന്ധരെ, ഇളയമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഞാനും വരുന്നു. ഇളയമേ, നിങ്ങൾക്കിപ്പോ ഫിറ്റ്സ് ഒന്ന് താഴെ വീണല്ലേ? എന്നിട്ടെങ്ങനെ പെട്ടെന്ന് എണീറ്റേ? അതെ, നിന്റെ ഭാര്യ കുങ്കുമം എടുത്തിട്ട് വന്നു. അതെനിക്ക് തൊട്ട് തന്നു. അപ്പോഴല്ലേ ശരിയായി. പെട്ടെന്ന് എങ്ങനെ ഫിക്സ് വരുന്നേ? പെട്ടെന്ന് എന്നെ സുഖാവുകയും ചെയ്യുന്നു. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ. ഏട്ടൻ എല്ലാ കാര്യത്തിലും സംശയം തന്നെയാ. എന്തായാലും നല്ലത് ഏട്ടത്തി ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാ. ഹോസ്പിറ്റലൊന്നും പോകണ്ട എടുത്തി. എന്റെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആ, അല്ല, ഇളയമയ്ക്ക് എന്ത് കല്യാണം? അതെടാ, കാവ്യയുടെ കല്യാണം കഴിയുകയാണെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതാ. നമുക്ക് കടയിലേക്ക് പോവാം. വാ, 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 വാ. ഇളയമേ. സമയായി. പിടിക്കേ നടക്കുമ്പോളെ ബസു. വാ, 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 വാ. ഓക്കെ, ശരി എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ അച്ഛാ, പോയിട്ട് വരാമേ. വേഗം നടക്ക്, വേഗം നടക്ക്. ഇളയമേ, ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞിരുന്നു വേണ്ട. വന്നേ, നമുക്ക് ആവശ്യമുള്ള സാരി ആഭരണമൊക്കെ വാങ്ങിക്കാം. വാ. താൻ അവരുടെ കാര്യം നോക്കണ്ട. ആദ്യം കാവ്യക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്ക.
വെൽക്കം സാർ. വെൽക്കം മാഡം. എന്താ വേണ്ടത്? സാരികൾ നോക്കണമായിരുന്നു. കാഷ്വൽ സാരീസോ അതോ പട്ട് സാരികൾ നോക്കുന്നോ? കല്യാണ സാരി വാങ്ങാനാ വന്നത്. ഷുവർ സാർ, വന്നാട്ടെ. മുരളി, ഇവർക്ക് കല്യാണ സാരികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി സാർ. ഇരിക്കും സാർ, ഇരിക്കും മാഡം, ഇരുന്നോളൂ. ഏട്ടാ, കാശ് ഇവിടെ വെക്കുന്നുണ്ടേ. കാവ്യയുടെ വീട്ടിൽ എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞളിയാ. അവൾക്ക് വേറൊരാളുമായിട്ട് കല്യാണം ആലോചിച്ചിരിക്കുക. എത്ര കഷ്ടപ്പെട്ട ഞാൻ അവളെ ട്രാപ്പ് ചെയ്തെന്നറിയോ? കോടീശ്വരന്റെ വീട്ടിലെ പെണ്ണിനെ കെട്ടി ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് കരുതിയ എന്റെ പ്ലാൻ മൊത്തം കുളമാക്കി. മാഡം, ഇതാ നോക്കിക്കോളൂ. ട്രെൻഡിങ്ങിലുള്ള ഒരു വെഡിങ് സാരി ആയി കാണുന്നത്. ഇതാ നോക്കിക്കോ. ഈ സാരി മെഹന്തി സ്പെഷ്യലാ. ഇത് ഹൽദിക്ക് പറ്റിയതാ. കവി നോക്കു മോളെ. ഇത് കൊള്ളാലേ, നോക്കിക്കേ. ആരാ മാഡം കല്യാണ പെണ്ണ്? ഞങ്ങളുടെ മകള് കാവ്യക്ക്. ഹലോ മാഡം. ഹലോ. എന്നെ കളഞ്ഞിട്ട് വേറെ ഒരുത്തനെ കെട്ടാൻ പോവാല്ലേടി നീ? അന്ന് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ മുന്നിൽ വന്ന് പെട്ടു. ഈ സാരി നോക്കിക്കേ കാവ്യ, വളരെ നന്നായിട്ടുണ്ട് ചെറിയമ്മ. വസുന്ധര, ഈ സാരി നോക്കിയേ, തനിക്ക് നന്നായിട്ട് ചേരും. എനിക്കിപ്പോ ഒന്നും വേണ്ട ഏട്ടാ, കാവ്യയുടെ കാര്യം നോക്കാം. കാവ്യക്ക് മാത്രമല്ല, എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങണം. കൂട്ടത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്തോ. ഇനിയും ആഭരണങ്ങൾ വാങ്ങാനുള്ളതാ. ഒരുപാട് ചെലവുണ്ട് ഏട്ടാ. കാശിനെ കുറിച്ചോർത്ത് താൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. തനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ഇവനെന്താ ഇവിടെ? ഇവനിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ഇവനെ കുറിച്ച് അഭിഷറീസിനോട് പറയണോ വേണ്ടേ? ഇവരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഇവളോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. കല്യാണ ചെറുക്കൻ വന്നില്ലേ സാർ? ഇല്ല അനിയ. ഞങ്ങളുടെ മോളിലെ മാരേജ് കോംബോ ഓഫർ ഉണ്ട് സാർ. അതായത് പെണ്ണും ചെറുക്കനും ഒന്നിച്ച് ഡ്രസ്സ് വാങ്ങാൻ വരികയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് സാർ. അത് നോക്കൂ സാർ. ചെക്കനും പെണ്ണിനും പറ്റിയ മാച്ചിങ് ഡ്രസ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സാർ. 2 ഡ്രസ്സും കോംബോയിൽ വരുന്നയാ. ഡിസ്കൗണ്ടും കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ സാർ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷേ വരൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലല്ലോ. കുഴപ്പമില്ല മാഡം. മാരേജ് ഡ്രസ്സ് നിങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തിട്ട് നോക്കി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണ ചെറുക്കനും പെണ്ണിനെ ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ. കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെ ഇഷ്ടമല്ലേ പ്രധാനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള കോംബോ ഡ്രസ്സ് ഞങ്ങൾ കൊടുക്കാം. അതും സ്പെഷ്യൽ ഓഫറിലെ നല്ല ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്താലോ വസുന്ധരെ? കാവ്യ എന്ത് പറയുന്നു? ചെറിയമ്മയുടെ ഇഷ്ടം പോലെ. നിനക്കെന്തൊരു ടെൻഷൻ പോലെ? അങ്ങനെയൊന്നുമില്ല. എന്തുപറ്റി മോളെ? ഒന്നുമില്ല ചെറിയ സാർ. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്തിട്ട് വരൂ സാർ. ഓക്കെ വസുന്ധര, വാ. കാവ്യ, സാരി നോക്കണേ. അതെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്ന് കാണിച്ചു തരാമോ? ഓക്കെ മാഡം. കണ്ണിന്റെ മുന്നിൽ കളർഫുൾ സാരികളുണ്ട്.
പെട്ടിക്കകത്താണെങ്കിൽ വെള്ള പേപ്പർ. കയ്യിലുള്ളതൊക്കെ വിറ്റ് തീർത്താലും ഈ സാരി ഒന്നും വാങ്ങാൻ പറ്റില്ല. എല്ലാം എന്റെ തലവിധിയാ. നിർത്തണേമേ, അതിനുള്ളിൽ വൈറ്റ് പേപ്പേഴ്സ് ആണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അഭിയേട്ടനും ഏട്ടത്തിക്ക് അറിയില്ല. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഇത്രയും അഭിനയിക്കാനായിട്ട് എന്തിനാ ഷോപ്പിങ്ങിന് വന്നത്? വീട്ടിലിരുന്നാ പോരെ? എടുത്തു ചാടി ഇറങ്ങി വന്നതാടി. ഇപ്പൊ സാരിയൊക്കെ കാണുമ്പോ എല്ലാം വാങ്ങണമെന്ന് ആഗ്രഹം തോന്നുക. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇളയമയ്ക്ക് ഇഷ്ടപ്പെട്ട 4 സാരി എടുത്ത് മാറ്റി വെക്കേ. ബില്ല് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാം. നീ കാശ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കൊച്ചുമോനെ? ഞങ്ങളുടെ കയ്യിൽ എവിടെന്നാ കാശ് ആന്റി? ആ അതും ശരിയാ. എല്ലാരും വെറും കൈയോടെ കൈവീശി വന്നതല്ലേ. അവരാണെങ്കിൽ വെള്ള പേപ്പർ കാശാണെന്ന് പറഞ്ഞു പെട്ടി കൊണ്ടുവന്നിരിക്കുക. വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കല്ലേ, ആരെങ്കിലും കേൾക്കും. അതെ സാറേ, AC അല്പം കൂട്ടിയിടും. മാത്രമല്ല തണുത്തൊരു കൂൾ ഡ്രിങ്ക്സ് എടുത്തു തരും. പോയിട്ട് വരും. ശരി മാഡം. നമ്മുടെ കാശില്ലെന്ന് ആന്റിക്ക് അറിയാലോ, പിന്നെ എന്തിനാ കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യിപ്പിച്ചേ? എടി മരമണ്ടി, ഇതുപോലുള്ള വലിയ വലിയ കടകളില് AC മാത്രമൊന്നല്ലടി, കൂൾ ഡ്രിങ്ക്സും കോഫിയും ടീയും ഒക്കെ അവര് വെറുതെ തരും. ഇതെന്താടാ ഞാൻ കാണുന്നേ? അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്ക്. കാശിനോർത്ത് നമ്മളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവിടെ അഭിയും വസുവും കല്യാണ ചെക്കനെയും പെണ്ണിനെയും പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ടല്ലോ. കാതിൽ ചൊല്ലിയാൽ മനസ്സാരഹസ്യമറിയുമോ? രഹസ്യമായി രഹസ്യമായി പ്രിയ രഹസ്യം. കണ്ടാ തോന്നി ഇവരുടെ കല്യാണം നടക്കാൻ പോന്നെന്ന്. നാണം കണ്ടില്ലേ? 1000 വാട്ട്സ് ബൾബ് പോലെ മുഖത്തെ പ്രകാശം കണ്ടില്ലേ? ബാഗിലെ കാശില്ലാത്ത കാര്യം ഇവർ അറിയുമ്പോ ആ വെള്ള പേപ്പർ പോലെ രണ്ടുപേരുടെ മുഖം വെളുത്തു പോകും. ഷോക്കില് ഞെട്ടി നിൽക്കുന്നവരുടെ മുഖം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇളയമ്മേ, ഞാൻ കാല് പിടിച്ച് പറയാ, നിങ്ങളുടെ വായൊന്ന് അടച്ചു വെക്കോ? കുറച്ചു നേരം ഒന്ന് വാ അടച്ചിരിക്കും ആന്റി. സാരികൾ നോക്ക്. ആ സാരിയൊക്കെ ഒന്ന് കാണിച്ചേ. ഈ സാരി എങ്ങനെയുണ്ട് ഏട്ടാ? നന്നായിട്ടുണ്ട് വസുന്ധര. ഈ സാരിയിൽ തന്നെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ഏട്ടനും ഈ കല്യാണ ഡ്രസ്സില് നല്ല ഭംഗിയായിട്ടുണ്ട്. വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി. കാലിൽ പാദസ്വരത്തിന്റെ താളം അഴകായി നീ തുളുമ്പുന്നു. ആ ലഭിച്ചോളും മനസ്സിൽ എന്താ കരുതി വെച്ചിരിക്കുന്നേ? കല്യാണം ആകേണ്ട ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. ആ എന്റെ മുന്നിൽ ഇമ്മാതിരി റൊമാൻസ് കാണിച്ച എങ്ങനാ? അത് റൊമാൻസ് ഒന്നും അല്ല. ഏടത്തി താഴെ വിടാൻ പോയപ്പോ ഏട്ടൻ പിടിച്ചതാ. അത് കണ്ടിട്ട് നിനക്ക് റൊമാൻറ്റിക് ആയിട്ടൊന്നും തോന്നില്ല? പിന്നെ എനിക്കെന്താ ഇങ്ങനെ? അവരെ കാണുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ലവ് സോങ് പ്ലേ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമായോ? ആന്റിക്ക് ഇതുവരെ കല്യാണം ആയില്ലല്ലോ, അതാ പ്രശ്നം. അപ്പോ എന്റെ കല്യാണം കഴിയാണെങ്കിൽ ഞാനും എന്റെ ഭർത്താവിന്റെ കൂടെ വസുവിനെ അഭിയം പോലെ, മോഹൻലാലിന്റെ രാവണപ്രഭു പോലെ ഇങ്ങനെ ഇങ്ങനെ.
സോറി മാഡം, സോറി സാർ. ഏയ് ഇളയമേ, ഇങ്ങനെ ദിവാസ്വപ്നം കാണാതെ വേഗം സാരി എടുക്കാൻ നോക്കാം. ഇപ്പൊ ആന്റിക്ക് ദിവാസ്വപ്നം കൂടുതലാ, പിന്നീട് പ്രശ്നമാവും, നോയിക്കോ. നീ സാരി എടുക്കും മോളെ. ഈ ഡ്രസ്സ് രാജേഷിന് വളരെ നന്നായിരിക്കുമല്ലോ വസു.